വയനാട് ചിക്കല്ലൂരിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം രാത്രിയിലും തുടരുകയാണ്. കാട് കയറ്റാനുള്ള ശ്രമത്തിനിടെ കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഓടിയിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ ആരും പുറത്തിറങ്ങരുതെന്നും കടകൾ അടച്ചിടണമെന്നും വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കതിന്റെ ദൃശ്യങ്ങൾ കാണാം. കാട് കയറ്റാനുള്ള ശ്രമത്തിനിടയിൽ കടുവ ജനക്കൂട്ടത്തിനിടയിലേക്ക് പായുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ക്യാമറ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കടുവ ജനവാസ മേഖലയിലേക്ക് ഓടുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അവിടെ ഇപ്പോഴും പടക്കം പൊട്ടിച്ചും ഒക്കെ കാട് കയറ്റാനുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് കാട് കയറാതെ കടുവ ജനവാസ മേഖലയിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം നമുക്ക് സാനിയോയിലേക്ക് പോകാം. സാനിയോ, ഈ കടുവ കാടല്ല കയറിയത്, നാട്ടിലേക്ക് തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു പരിഭ്രാന്തിയുള്ള സാഹചര്യമുണ്ടോ അവിടെ? വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ ചീക്കല്ലൂരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനവാസ മേഖലയിലേക്ക് കടുവ ഓടുകയാണ്. ഇന്നലെ മുതൽ കടുവ ജനവാസ മേഖലയിൽ തന്നെയുണ്ട്. കടുവയെ ഏതെങ്കിലും തരത്തിൽ പേടിപ്പിച്ച് അല്ലെങ്കിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് പേടിപ്പിച്ചോ മറ്റോ കാട് കയറ്റാനുള്ള ദൗത്യമായിരുന്നു ഇത്രയും നേരം വനംവകുപ്പ് അധികൃതർ എടുത്തിരുന്നത്. എന്നാൽ കടുവ തിരിച്ച് നാട്ടിലേക്ക് തന്നെ ഇറങ്ങുന്നതാണ് നമുക്ക് കാണാനാകുന്നത്. മേച്ചേരിക്കുന്ന് ഭാഗത്തേക്കാണ് കടുവ ഇപ്പോൾ ഓടിയത്. കടുവയെ പടക്കം പൊട്ടിച്ച് തുരത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നതിനിടയിലാണ് കടുവ പേടിച്ചോടിയതാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശം വളഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. കടകൾ തുറക്കരുത്, അതുപോലെ പുറത്തിറങ്ങാൻ പാടില്ല തുടങ്ങി വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളോടക്കം ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ ഈ ലൈറ്റ് ഓൺ ചെയ്യരുത് എന്നുള്ളതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് വനംവകുപ്പ്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശം വളയുകയും പോലീസ് അടക്കമുള്ള ആളുകൾ സഹായത്തിനെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കടുവയെ ഒരു തരത്തിലും 2 കിലോമീറ്റർ കടുവയുടെ സാന്നിധ്യം അതെവിടെയാണ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? കടുവ എവിടെയാണുള്ളതെന്ന്? കടുവ ഇപ്പോൾ മേച്ചേരിക്കുന്ന് ഭാഗത്തെ ജനവാസ മേഖലയിലേക്കാണ് ഏറ്റവും അവസാനം ഓടിയത്. അതിന് ചുറ്റിലും തന്നെ, അതായത് കടുവയെ വളഞ്ഞുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിലും കടുവ ഇനി എങ്ങോട്ട് ഓടും എന്നുള്ളതടക്കം ശ്രദ്ധിക്കേണ്ടതാണ്. തൊട്ടടുത്ത് നീർവാരം വനമേഖലയുണ്ട്. അവിടേക്ക് പോകാൻ ഒരു 2 കിലോമീറ്ററെങ്കിലും എടുക്കും. അങ്ങോട്ടേക്കാണ് ഓടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ എതിർഭാഗത്തേക്കാണ് ഇപ്പോൾ കടുവ ഓടിയിരിക്കുന്നത്. അതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരാശങ്കയുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളും പുറത്തിറങ്ങരുതെന്നാണ് നമുക്കും ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം കടുവ ഒന്നാമത് പരിഭ്രാന്തിയിലാണ്. ആ സമയത്ത് ആക്രമിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഏതായാലും ഇപ്പോൾ കടുവയുള്ള പ്രദേശവും കടുവയെയും ഒക്കെ നന്നായി സ്പോട്ട് ചെയ്യാനും കടുവയുടെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറയിൽ അടക്കം പതിഞ്ഞ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കടുവ പ്രദേശത്തുണ്ട് എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പടക്കം പൊട്ടിച്ച് തുരത്തി ഓടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ പടക്കം പൊട്ടിച്ചാൽ കാട്ടിലേക്ക് തന്നെ ഓടണമെന്നില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ ഓടാനുള്ള സാധ്യതയും വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. ചീക്കല്ലൂരിൽ മേച്ചേരിക്കുന്ന് ഭാഗത്തെ ജനവാസ മേഖലയിലേക്ക് തന്നെയാണോ ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്? സാനിയോ, അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് വളരെ ശ്രദ്ധിച്ച് മാത്രം നിൽക്കാൻ നമ്മളോട് വനംവകുപ്പ് അടക്കമുള്ള ആളുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ലൈറ്റ് അടിക്കരുത്, അങ്ങനെയുള്ള പലതരം നിർദ്ദേശങ്ങൾ നമുക്കുണ്ട്. ഏതായാലും എല്ലാ മാധ്യമപ്രവർത്തകരും അടക്കം പോലീസ് അടക്കമുള്ള ആളുകൾ ഇവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. വനംവകുപ്പ് വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കടുവയെ വളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ കാണാം കടുവ വളരെ വേഗത്തിലാണ്, ക്ഷീണത്തിനൊന്നുമല്ല. മാത്രമല്ല ഇപ്പോൾ വെടിവെക്കാൻ കഴിയില്ല. മയക്കുവെടി വെച്ചിട്ടില്ലല്ലോ അല്ലേ സാനിയോ? ഇല്ല, മയക്കുവെടി വെച്ചിട്ടില്ല. മയക്കുവെടി വെക്കാനുള്ള ഓർഡർ വനംവകുപ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ മയക്കുവെടി വെക്കുന്നതിന് മുൻപ് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. കടുവയെ കാട്ടിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തണം. അത് നടന്നില്ല എങ്കിൽ കൂട് വെച്ച് പിടിക്കാനുള്ള ശ്രമം നടത്തണം. അതും നടന്നില്ല എങ്കിലും ആക്രമണം കാണിക്കുന്നുണ്ടെങ്കിലും ഒക്കെയാണ് മയക്കുവെടി വെക്കാനുള്ള അനുമതിയുള്ളൂ. ഏതായാലും ഉടൻ മയക്കുവെടി വെക്കില്ല എന്നാണ് എത്ര ദൂരമുണ്ട് അല്ലെങ്കിൽ എത്ര അകലെയാണ് സാധാരണ ജനവാസ മേഖലയും അല്ലെങ്കിൽ വീടുകളും ഒക്കെ ഉള്ളത്? ഇപ്പോൾ ജനവാസ മേഖലയിലൂടെ തന്നെയാണ് ഓടുന്നത്. അതായത് വീടുകളൊക്കെ ഉള്ള പ്രദേശത്തോടു കൂടി തന്നെയാണ് ഓടുന്നത്. അതുകൊണ്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരാളോടും കടകളിലോ അല്ലെങ്കിൽ പുറത്ത് വീടിന് പുറത്തോ ഒന്നും ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം. അവിടെ ഒരു കർഫ്യൂവിന് സമാനമായ സാഹചര്യമാണ് അല്ലേ ചീക്കല്ലൂരിൽ? അതെ, കർഫ്യൂ ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2 പഞ്ചായത്തുകളിലായി 10 വാർഡുകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ കർഫ്യൂ തുടരുകയാണ്. ഇപ്പോൾ വളരെയധികം ജാഗ്രതാ നിർദ്ദേശം, ഒന്നുകൂടി ശക്തമായ കർഫ്യൂവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് വീണ്ടും കാട് കയറ്റാൻ വേണ്ടി തന്നെയായിരിക്കുമോ നീക്കം? അതല്ല ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് പിടിക്കുകയായിരിക്കുമോ?
കൂടുതൽ, അതായത് ഇപ്പോൾ പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമിക്കും. ആ തുരത്താൻ ശ്രമിക്കുമ്പോഴും കാട് കയറുന്നില്ല, തിരിച്ചാണ് ഓടുന്നത് എങ്കിൽ മയക്കുവെടി വെക്കാതെ മറ്റു വഴിയൊന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാവില്ല. നമുക്കിപ്പോൾ അവരുമായി ഈ സമയത്ത് അവരുടെ എന്താണ് തീരുമാനമെന്നത് അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ ഈ ദൗത്യത്തിലാണ്. അതുകൊണ്ട് തന്നെ തുരത്തി ഓടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തിരിച്ചോടിക്കുകയാണോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി അറിയേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പോൾ മയക്കുവെടി ഇപ്പോൾ തന്നെ വെക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പരമാവധി ഓടിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും നടത്തുക. അതേസമയം കുങ്കിയാനകളുടെ അടക്കം നേരത്തെ സേവനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കടുവ ഏകദേശമുള്ള സ്ഥലത്ത് വളഞ്ഞിരിക്കുന്നത്. ഇവർക്ക് പടക്കം പൊട്ടിച്ച് അതിന് കാട്ടിലേക്ക് തുരത്താനാകുമെന്നാണ് ശ്രമിക്കുന്നത്. പക്ഷേ 2 കിലോമീറ്റർ ദൂരമുണ്ട് കാട്ടിലേക്ക് എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. കടുവയ്ക്ക് കൃത്യം കാട്ടിലേക്കുള്ള വഴി ഏതാണെന്ന് നോക്കി പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. നിലവിൽ തന്നെ ജനവാസ മേഖലയിലാണുള്ളത്. ഇനി കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് പ്രശ്നം. ഏതായാലും മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആദ്യം കൂട് വെച്ച് കയറ്റാൻ ശ്രമിക്കും, പിന്നീട് തുരത്താൻ ശ്രമിക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ മാത്രമാണ് മയക്കുവെടി വെക്കാനുള്ള അനുമതി ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമത്തിനിടയിൽ വീണ്ടും ചീക്കല്ലൂരിൽ ജനവാസ മേഖലയിലേക്ക് ഈ കടുവ തിരിച്ചോടുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ആ പരിസരത്ത് ചീക്കല്ലൂർ മേഖലയിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആരും പുറത്തിറങ്ങരുത്, കടകൾ തുറക്കരുത് എന്നാണ് ഇപ്പോൾ പോലീസും വനംവകുപ്പും അറിയിച്ചിരിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന സംഭവ വികാസങ്ങൾ. ടോപ്പ് ഹെഡ്ലൈൻ.